പോയി കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും നോക്കണേ. അപ്പം അതൊക്കെ മുറിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ കഥയിലേക്ക് പോവാം. ഒരു നിമിഷം ശ്രീഹരിയും ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു കാഴ്ച. ഒരു ജീവൻ ഈ ലോകത്തിൽ നിന്നും വിട പറയുന്നത് നേരിട്ട് കാണുന്ന അവസ്ഥ. അതവനെ വല്ലാതെ ഉലച്ച് കളഞ്ഞിരുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരാൻ അവൻ കുറേ സമയങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഈ ഒരു വാക്ക് തന്നോട് പറയുവാൻ വേണ്ടി മാത്രമായിരുന്നു അവരുടെ അവസാന നിമിഷങ്ങൾ ബാക്കി നിന്നിരുന്നതെന്ന് പോലും അവന് തോന്നി. അവൻ്റെ മനസ്സിലേക്ക് ജാനകിയുടെ മുഖമാണ് ഓർമ്മ വന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ നിമിഷം മുതൽ അവൾ അനാഥയാണെന്ന ചിന്ത അവനെ ഉലച്ചു തുടങ്ങി. അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്കായ പെൺകുട്ടി. ഈ സമൂഹത്തിൽ ഈ നിമിഷം മുതൽ അവൾ ഒറ്റയ്ക്കാണ്. അത് ആ ചിന്ത അവനെ അസ്വസ്ഥനാക്കി. അതിനൊപ്പം ആ സത്യത്തെ അംഗീകരിക്കുവാനും സാധിച്ചിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെയും ജീവിതം മാറി മറിയുന്നത്. ചിലപ്പോൾ ആ വിവാഹ നിശ്ചയം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ജയന്തി കുറച്ചുനാൾ കൂടി ലോകത്തിൽ ജീവിച്ചേനെ എന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായി. ഉടനടി അതൊരു കുറ്റബോധമായി അവനിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. താൻ കാരണമാണോ ജയന്തിയുടെ ജീവൻ നഷ്ടമായതെന്ന് അവൻ ചിന്തിച്ചു. ഇല്ല, ഒരു നിയോഗമാണ്. പക്ഷെ അതിനുള്ള നിയോഗം ആ വിവാഹ നിശ്ചയമായിരുന്നു. എങ്കിലും അവളോട് ഈ സത്യം പറയാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. തന്നെ കാത്തിരിക്കുന്നവരോട് ഈ വിവരം പറയാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ പ്രതീക്ഷയോടെ എല്ലാ കണ്ണുകളും അവൻ്റെ നേരെ നോക്കി. അതിലേറ്റവും പ്രധാനമായി അവൻ കണ്ടത് ജാനകിയുടെ കണ്ണുകളായിരുന്നു. ഹരിയേട്ടാ, അത് പറഞ്ഞത് പ്രതീക്ഷയോടെ അവൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ആ പെണ്ണിനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവന്. ഒരു നിമിഷം അവളെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ അവൻ അവൾക്കുള്ള മറുപടി പറയാതെ പറയുന്നുണ്ടായിരുന്നു, ഹരിയേട്ടാ, എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അവളുടെ ശബ്ദം കുറച്ചുകൂടി ദൃഢമായതുപോലെ അവന് തോന്നി. അവളെ തന്നിൽ നിന്ന് അകറ്റി ഒരു കസേരയിലേക്ക് അവൻ കണ്ണുകൾ അടച്ചിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നേഴ്സ് വന്ന് ദുഃഖവാർത്ത പറഞ്ഞപ്പോഴേക്കും ജാനകി തലകറങ്ങി നിലത്തേക്ക് വീണു പോയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ശ്രീഹരിയും ഇരുന്നു. ജാനകി കണ്ണു തുറക്കുമ്പോൾ ഒരു ട്രിപ്പ് സ്റ്റാൻഡാണ് കാണുന്നത്. തൻ്റെ അരികിൽ അലിവോടെ ഇരുന്ന് തൻ്റെ മുടിയിഴകളിൽ തലോടുന്ന സുഗന്ധിയും. ആൻറ്റി, എൻ്റെ അമ്മ. അവരുടെ മുഖത്തേക്ക് നോക്കി അവൾ കരഞ്ഞിരുന്നു. നീ കരഞ്ഞോ മോളെ? നിന്റെ വിഷമം തീരുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ ഈശ്വരൻ്റെ വിധിയാണ്. വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അലിവോടെ അവൾ ഓരോന്ന് പറയുമ്പോഴും ഈ ആശ്വാസവാക്കുകളൊന്നും അവളുടെ ജീവിതത്തിൽ യാതൊരു രീതിയിലും ഏൽക്കുന്നതല്ല എന്ന് അവർക്കും അറിയാമായിരുന്നു. ഈ വാർത്തയുടെ ആധിക്യത്തിലായിരുന്നു എല്ലാവരും. പെട്ടെന്ന് തന്നെ ബാക്കി ചടങ്ങുകളൊക്കെ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു. കരഞ്ഞ് കരഞ്ഞ് ജാനകി ഒരു പരുവമായി കഴിഞ്ഞിരുന്നു. നിശ്ചലമായ അമ്മയുടെ ശരീരം കണ്ടു വന്ന് കിടക്കുമ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ആഘോഷം കൊണ്ടാടിയ ആ വീട് ദുഃഖത്തിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന സത്യത്തിനെ അവൾ മനസ്സിലാക്കി. ആ ഒരു ചിന്ത പോലും അവൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. പ്രത്യേകിച്ച് വരുവാനും പറയുവാനും ബന്ധുക്കൾ ആരുമില്ലാത്തതുകൊണ്ട് ചടങ്ങുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു നടത്തിയത്. ഒരാഘോഷത്തിന് വേണ്ടി ഉയർന്ന പന്തൽ മരണപ്പന്തലായി മാറി. നിർജീവമായി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. ജാനകിയുടെ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഒരുപക്ഷെ താൻ ഹരിയേട്ടനെ മറ്റൊരു കണ്ണിലൂടെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പെട്ടെന്ന് തൻ്റെ വിവാഹം നടത്തുവാൻ ഹരിയേട്ടൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് തനിക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. അമ്മയെ കൊല്ലാൻ കാരണക്കാരി താനാണോ എന്ന ചിന്ത അവളിൽ ഉണർന്നു തുടങ്ങി. ശ്രീഹരി പാതി തളർന്നിരുന്നു. അമ്മയുടെ ശരീരം ചിതയിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾ തകർന്നു പോയിരുന്നു. കരയാൻ പോലും കണ്ണുനീർ ബാക്കിയില്ലായിരുന്നു. നനഞ്ഞ വസ്ത്രങ്ങളോടെ തീ കൊളുത്തി കഴിഞ്ഞ നിമിഷം തന്നെ അവൾ വീണ്ടും തല കറങ്ങി വീണു. ആ ദുഃഖത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ആ പെണ്ണിനുണ്ടായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു വിധത്തിൽ അവളെ എടുത്ത് കട്ടിലിൽ കിടത്തി എല്ലാവരും ആശ്വസിപ്പിക്കുമ്പോഴും മുഖത്ത് വെള്ളം തളിക്കുമ്പോഴും എല്ലാം അമ്മയുടെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഒറ്റ ദിവസം കൊണ്ട് താൻ അനാഥയായി പോയിരിക്കുന്നു. ആ ചിന്ത അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി. ആത്മഹത്യയെപ്പറ്റി പോലും അവൾ ആലോചിച്ചു. അല്ലെങ്കിൽ തന്നെ താൻ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഈ ലോകത്തിപ്പോൾ സ്വന്തമെന്ന് പറയുവാൻ തനിക്ക് ആരുമില്ല. പതിയെ പതിയെ ആളും ആരവവും എല്ലാം ഒതുങ്ങി. വീട് മരണവീടിൻ്റെ മൂകതയിൽ ആണ്ട് കിടക്കാൻ തുടങ്ങി. സേതുവും കുടുംബവും ഇന്ന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നു.
അവളോടൊപ്പം സുഗന്ധി ഉണ്ടായിരുന്നു. അവളുടെ മേലൊരു കണ്ണ് വേണമെന്ന് സേതു പറഞ്ഞേൽപ്പിച്ചു. അവൾ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് അവർക്കും സംശയമുണ്ടായിരുന്നു. അവളുടെ മുടിയിഴകളിൽ തലോടി അവർ സുഗന്ധിയുടെ മടിയിലായിരുന്നു അവൾ ഉറങ്ങിയത്. എങ്കിലും ഉണരുമ്പോഴെല്ലാം അവൾ ഞെട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുഗന്ധിയും സേതുവും. ഇതൊന്നും കാണാനുള്ള ശേഷിയില്ലാതെ അപ്പുറത്ത് ശ്രീഹരി ഇരിപ്പുണ്ടായിരുന്നു. ഈ ഒരു വരവിൽ ഇത്രത്തോളം ദുഃഖങ്ങളായിരുന്നു ഈശ്വരൻ തനിക്കായി കരുതി വച്ചിരുന്നത് എന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. സഹോദരിയെപ്പോലെ കണ്ട ഒരുവളുടെ മനസ്സിൽ കാമുകന്റെ സ്ഥാനം, സ്വന്തം അമ്മയെപ്പോലെ കണ്ടവരുടെ മരണത്തിന് ഉത്തരവാദി. അങ്ങനെ ദൈവം തനിക്ക് ചാർത്തി തന്നിരിക്കുന്നത് പല പല സ്ഥാനങ്ങളാണെന്ന് അവൻ വേദനയോടെ ഓർത്തു. പിറ്റേന്ന് രാവിലെ നിർബന്ധിച്ചാണ് സുഗന്ധി അവളെ കൊണ്ട് എന്തെങ്കിലും ആഹാരം കഴിപ്പിച്ചത്. 2 ദിവസം കൂടി അവിടെ തുടർന്നു. അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ അവർക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. വരാൻ കൂട്ടാക്കിയില്ല അവൾ. അമ്മ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് മറ്റെങ്ങോട്ടും വരില്ലെന്ന് അവൾ വാശി പിടിച്ചു. എല്ലാവരോടും പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ശ്രീഹരി അവളുടെ അരികിലേക്കിരുന്നു. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെയാ സമാധാനത്തോടെ പോവുക? ഇനി എന്നും ഞാൻ ഒറ്റയ്ക്കല്ലേ? എനിക്ക് സ്വന്തമെന്ന് പറയാൻ മറ്റാരുമില്ലല്ലോ. ചേട്ടൻ പൊയ്ക്കോളൂ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു തുടങ്ങാം. മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു. ഞാൻ നിന്നെപ്പോലെ ഇത്രയും പ്രായമുള്ളൊരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകാൻ മാത്രം മനസാക്ഷിയില്ലാത്തവനല്ല. ഏട്ടാ, ഞാൻ വരില്ല. അമ്മയുടെ അരികിലാണ് ഞാൻ. അമ്മയുണ്ടാവും എനിക്കൊപ്പം ഈ വീട്ടിൽ. അമ്മയുടെ ആത്മാവുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഞാൻ വരില്ല. സമ്മതിച്ചു. പക്ഷേ ഏതെങ്കിലും ഒരർത്ഥത്തിൽ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വാക്കിന് വില നൽകുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എൻ്റെ കൂടെ വരണം. എല്ലാ ദിവസത്തേക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോവുകയല്ല. വിഷമങ്ങളൊക്കെ മാറിയതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വരാം. അതുവരെ നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവൻ്റെ വാക്കുകളെ തട്ടിക്കളയുവാൻ അവൾക്ക് സാധിക്കില്ലായിരുന്നു. അല്ലെങ്കിലും എന്നും അവൻ തന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെയായിരുന്നല്ലോ. അവൻ്റെ വാക്കുകളിലൂടെ മാത്രമേ തനിക്ക് നിശബ്ദയാകാൻ കഴിയൂ. അവസാനം മനസ്സില്ലാ മനസ്സോടെ പോവാൻ വേണ്ടി അവർക്കൊപ്പം ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മറന്നിരുന്നില്ല ജാനകി. അമ്മയുടെ ആത്മാവ് ഇവിടെയുണ്ട്. പക്ഷെ അമ്മ സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛനൊപ്പം ജീവിച്ച സമയത്തും അമ്മയ്ക്ക് തന്നേക്കാൾ പ്രിയം അച്ഛനോടായിരുന്നു. ഇപ്പോഴും അച്ഛൻ്റെ അരികിലാണെന്നതിൽ അമ്മ സന്തോഷിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്കാണെന്ന ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു. വീണ്ടും കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ നിർബന്ധിച്ച് ശ്രീവിദ്യ തന്നെയാണ് അവളെ കാറിലേക്ക് കയറ്റിയത്. വീട്ടിലേക്ക് ചെന്നപ്പോഴും ആരോടും സംസാരിക്കുവാനോ പഴയ ഉത്സാഹത്തിൽ നിൽക്കുവാനോ ജാനകിക്ക് കഴിഞ്ഞിരുന്നില്ല. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി വിദ്യയുടെ മുറിയിൽ തന്നെ ആരും അവളെ ശല്യപ്പെടുത്താൻ വന്നില്ല. പക്ഷെ ശ്രീഹരി മാത്രം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൾ പറഞ്ഞത് ശരിയാണ്. ഇനി അങ്ങോട്ട് അവൾ തനിച്ചാണ്. ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് അവൾക്ക് സംരക്ഷണം നൽകാൻ സാധിക്കും. പിന്നീട് നാട്ടുകാർ തന്നെ ഓരോ കഥകൾ മെനയും. എത്രയൊക്കെയാണെങ്കിലും അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ഒരു പരിധിയിൽ കൂടുതൽ തനിക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയില്ല. അവൾ തന്നെയാണ് ഒരു വിവാഹം കഴിച്ച് അവളുടെ ഭാവി സുരക്ഷിതമാക്കാമെന്ന് കരുതിയാലും എങ്ങനെയാണ് താൻ ഇനി വിശ്വസിച്ച ഒരാളുടെ കൈകളിലേക്ക് അവളെ ഏൽപ്പിക്കുന്നത്? അമലിനെ പോലെ തന്നെ ആരുടെയെങ്കിലും കൈകളിൽ അവളെ വിശ്വസിച്ചേൽപ്പിച്ച് കടമ തീർക്കുന്നത് പോലെ ആയിപ്പോവും. അമ്മ അവസാനം ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമായിരുന്നു, ഒരു മരണമൊഴി പോലെ. തൻ്റെ മകളെ നോക്കണമെന്ന് അവർക്ക് നൽകിയ വാക്കും അതായിരുന്നു. എനിക്ക് ജീവനുള്ള കാലം വരെ അവൾക്കൊപ്പം ഉണ്ടാകുമെന്ന്. ആ വാക്ക് പാലിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? താൻ അവളെ വിവാഹം കഴിക്കണമെന്നായിരിക്കുമോ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ പല അർത്ഥതലങ്ങൾ അവൻ തേടി നോക്കി. ഒരു രീതിയിലും അവിടെ അവളെ ഭാര്യയായി കാണാൻ മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ ഈ സമൂഹത്തിൻ്റെ കരങ്ങളിലേക്ക് അവളെ എറിയുവാൻ തൻ്റെ മനസ്സ് സമ്മതിക്കുന്നുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഉഴറുകയായിരുന്നു. ഒരുപക്ഷെ താനും അവളും തമ്മിൽ ഒന്നിക്കാൻ ഈശ്വരൻ കാണിച്ചു വച്ച നിയോഗങ്ങളാണോ ഇതെന്ന് പോലും അവൻ ചിന്തിച്ചു പോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ രാത്രി അവൻ തള്ളി നീക്കാൻ ശ്രമിച്ചു. ശ്രീദേവിനൊരു പ്രണയമുണ്ട്. തന്നോട് അവനത് പറഞ്ഞിട്ടുമുണ്ട്. ഇല്ലെങ്കിൽ അവന് വേണ്ടി ജാനിയെ ആലോചിക്കാമായിരുന്നു. പല ചിന്തകൾ മനസ്സിലൂടെ കറങ്ങി. കുറ്റബോധം കൊണ്ട് അവൻ ആടി ഉലഞ്ഞു. മനസ്സ് വല്ലാതെ വിഷമിച്ചെന്ന് തോന്നിയപ്പോൾ സേതുവിൻ്റെ മുറിയിലേക്ക് ചെന്ന് വിളിച്ചു. 2-3 വട്ടം ഡോറ് കൊട്ടി തുടങ്ങിയതിന് ശേഷമാണ് തുറന്നത്. മകനെ ആ സമയത്ത് കണ്ടപ്പോൾ അയാളൊന്ന് ഭയന്നു പോയിരുന്നു. എന്താ മോനെ, എന്തു പറ്റി? ആകുലതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അച്ഛൻ, അമ്മയെ കൂടി ഇങ്ങോട്ടൊന്ന് വിളിക്കാമോ? നിങ്ങളോട് 2 പേരോടും എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. വളരെ ഗൗരവമായി തന്നെ. അവനത് പറഞ്ഞപ്പോൾ എന്തോ കാര്യമായ കാര്യമാണ് അവന് പറയാനുള്ളതെന്ന് അയാൾക്ക് തോന്നിയിരുന്നു.
അതും പറഞ്ഞ് ശ്രീഹരി ഹാളിലേക്ക് നടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സേതുവും സുഗന്ധിയും കൂടി പുറത്തേക്ക് വന്നു. എന്താടാ, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അവൻ്റെ മുടിയിഴകളിൽ അലിവോടെ തലോടിക്കൊണ്ട് സുഗന്ധി ചോദിച്ചിരുന്നു. എങ്ങനെ പറയുമെന്ന് അവനും അറിയില്ലായിരുന്നു. പറഞ്ഞു തുടങ്ങിയാൽ അച്ഛനും അമ്മയും തന്നെ തെറ്റിദ്ധരിച്ചാലോ, അല്ലെങ്കിൽ തന്നെപ്പറ്റി മോശമായി ചിന്തിച്ചാലോ? എങ്കിലും പറയാതെ വയ്യല്ലോ. ധൈര്യം സംഭരിച്ചവൻ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ജാനകിയെ ജാനകിയെ ഞാൻ വിവാഹം കഴിക്കട്ടെ അച്ഛാ? ഒരു നിമിഷം മകൻ്റെ ആ വാക്കുകൾ കേട്ട് അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നുപോയി. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.